പ്രവാചകന്മാർ നടത്തിയ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ മനുഷ്യ കുടുംബത്തിനിടയിൽ നടത്തിയ മുഹിമ്മത്തിനെ, അവരുടെ ഉത്തരവാദിത്തത്തെ ഏത് വിധേനെ നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ അത് പ്രയോഗവൽക്കരിക്കണം, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ ഉത്തരവാദിത്തം, മസ്ഊലിയത്ത്, അതെല്ലാമാണ് എൻ്റെ സുഹൃത്ത് വളരെ ആഴത്തിൽ തന്നെ വിശദീകരിച്ചത്. ഇപ്പോൾ ക്ലിയറാണോ? നമ്മൾ ഇതെല്ലാം പറയുന്നത് ഖുർആനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിക്കുന്നു, അതിനെ വിശദീകരിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഖുർആന് പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തെ വളരെ ഗൗരവത്തിൽ തന്നെ മുഖവിലേക്കെടുക്കുന്നു. അത് ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. നമ്മൾ കാലങ്ങളായി ഖുർആന് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനെ ഒരു പ്രവാചകന്മാർ പഠിപ്പിച്ച, അള്ളാഹു അവരിലൂടെ മനുഷ്യ കുടുംബത്തിന് സമ്മാനിച്ച ജീവിത സന്ദേശത്തെ നമ്മൾ വായിക്കുമ്പോൾ ഖുർആൻ രണ്ട് രൂപത്തിലായി അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഖുർആൻ മുഫസ്സലായിട്ട് പറയുന്ന വിഷയങ്ങളുണ്ട്, മുജ്മലായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. മുഫസ്സലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശദീകരിച്ച് സംസാരിച്ചു പോകുന്ന കാര്യങ്ങൾ. മുജ്മലി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. മുജ്മലായി പറയുന്ന കാര്യങ്ങൾ അഹ്കാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ നിയമങ്ങൾ. സ്വലാത്ത് എങ്ങനെ നിർവഹിക്കണമെന്നൊന്നും ഖുർആൻ എന്താക്കൂല, അത് വിശദീകരിച്ച് പറയൂല. എന്നാൽ അഖിമി സ്വലാത്ത എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിനെ പരിശുദ്ധ റസൂല് കർമ്മം കൊണ്ട് വ്യാഖ്യാനിച്ച് തരും. നിങ്ങളെങ്ങനെ സ്വലാത്ത് നിർവഹിക്കണം, അള്ളാഹ്ക്ക് എങ്ങനെ ശുക്ർ ചെയ്യണം, അതിൻ്റെ മുന്നോടിയായിട്ട് എങ്ങനെ നിങ്ങൾ അംഗസ്നാനം ചെയ്യണം, അത് കഴിഞ്ഞ് വന്ന് നിങ്ങളെങ്ങനെയാണ് പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹൃദയം കൊണ്ട് ഒരു ശുക്ർ കാണിക്കാൻ വേണ്ടി നിൽക്കേണ്ടത്, നന്ദി കാണിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് എന്നെല്ലാം അള്ളാഹിൻ്റെ റസൂല് കർമ്മത്തിലൂടെ പഠിപ്പിക്കും, അതിനെ വ്യാഖ്യാനിക്കും. സൗമ്, നോമ്പ് അനുഷ്ഠാനം, അത് നിങ്ങൾ കുത്തിബ അലൈക്കും സിയാമു, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധാക്കിയിരിക്കണോ. അപ്പോൾ തുടങ്ങേണ്ട സമയമെല്ലാം പറയും. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തെ പരിശുദ്ധ റസൂല് കർമ്മങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കും, അതിനെ വ്യാഖ്യാനിക്കും, കർമ്മങ്ങളിലൂടെ വ്യാഖ്യാനിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങളെങ്ങനെ സക്കാത്ത് കൊടുക്കണം, അത് ഖുർആൻ അത് വിശദീകരിച്ച് പറയുമൊന്നുമില്ല, എന്നാൽ അത് കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് പറയും. അപ്പോൾ അതിന് നിസാബിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കും, അതിനെ വിശദീകരിച്ച് തരും. ഹജ്ജ് നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയും. അപ്പോൾ ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഖുർആനെ തിരഞ്ഞാൽ കാണുമോ? സൂറത്ത് ഹജ്ജ് ഉണ്ട് അല്ലേ? സൂറത്ത് ഹജ്ജ് തുറന്നു വെച്ചിട്ട് എങ്ങനെയാണ് ഹജ്ജ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ആ സൂറത്ത് ഇങ്ങനെ ഓതിപ്പോയി കഴിഞ്ഞാൽ കാണുമോ? കാണൂല്ല. അപ്പം നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറയും. ആ ഹജ്ജ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കും. അപ്പം അഹ്കാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഖുർആൻ മുജ്മലായിട്ട് പറയുന്നു. അപ്പോൾ ഖുർആൻ മുഫസ്സലായിട്ട് പറയുന്ന കാര്യം ഏതാണ്, വിശദീകരിച്ച് പറയുന്ന കാര്യം? കടന്നുപോയ പ്രവാചകന്മാർ അവരെങ്ങനെയാണ് ഒരു സമൂഹത്തോട് ഇടപഴകിയത് എന്നും അവരെങ്ങനെയാണ് അവരോട് സംസാരിച്ചത് എന്നും ആ സമൂഹത്തിനിടയിലും പ്രവാചകന്മാർക്കിടയിലും അള്ളാഹു എങ്ങനെയാണ് അവസാനം ഇടപെടുന്നത് എന്നും എങ്ങനെയാണ് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് എന്നുള്ള വിഷയമാണ് വിശുദ്ധ ഖുർആൻ വളരെ വിശദീകരിച്ച് പറഞ്ഞു പോകുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എനിക്ക് മുമ്പ് 1,24,000 പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. അവരിൽ 313 പേർക്ക്, മറ്റൊരു ഹദീസിൽ 315 പേർക്ക് അള്ളാഹു എന്താക്കിയിട്ടുണ്ട്, വേദം നൽകിയിട്ടുണ്ട് എന്ന് പറയാം. റസൂലുള്ളാഹ് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണക്കിൽ നാം വിശുദ്ധ ഖുർആനിൽ കാണുന്ന പ്രവാചകന്മാർ എത്രയാണ്? പേരെടുത്ത് പറയുന്ന പ്രവാചകന്മാർ റസൂലുള്ളാഹിനെ ഒഴിവാക്കിയാൽ 24 പ്രവാചകന്മാർ. എന്താണ് ഇത്രയും കൂടുതൽ പ്രവാചകന്മാർ കടന്നുപോയിട്ട്
ഈ 24 പ്രവാചകന്മാരെ മാത്രം എന്തുകൊണ്ടാണ് ഖുർആന് പറഞ്ഞു വെക്കുന്നത്? വമിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖസ്സും അലൈക വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. പേരെടുത്ത് പറഞ്ഞവരുണ്ട്, അല്ലാത്തവരുണ്ട്. എന്തുകൊണ്ടാണ് 24 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത്? അതായത് മുഹമ്മദുർ റസൂലുള്ളാഹിൻ്റെ കാലം മുതൽ ഇനി അന്ത്യനാൾ വരേക്കും വരുന്ന മനുഷ്യ കുടുംബത്തിൽ ഈ 24 പ്രവാചകന്മാർ അഭിമുഖീകരിച്ച സമൂഹത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ നിങ്ങൾ കാണുള്ളൂ. അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, ഇതല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രവാചകന്മാരെ നന്നായിട്ട് പഠിച്ചാൽ ഏത് പ്രവാചകൻ്റെ സമൂഹമാണ് എൻ്റെ മുമ്പിലുള്ളതെന്നും അത്തരം ഒരു സംസ്കാരം, സ്വഭാവം പേറുന്ന സമൂഹത്തിനിടയിൽ ആ പ്രവാചകൻ ഏത് വിധത്തിലാണ് ഇടപെട്ടത് എന്നും അവിടെ എങ്ങനെയാണ് ആ പ്രവാചകൻ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നും വഹയിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ 24 പ്രവാചകന്മാർ അഭിമുഖീകരിച്ച സമൂഹത്തിൻ്റെ സ്വഭാവ ചിത്രങ്ങളെ അന്ത്യനാൾ വരേക്കുമുള്ള സമൂഹം ഇനി കാണുള്ളൂ. ആ 24 പ്രവാചകന്മാരെ ഒരൊറ്റ ജീവിതം കൊണ്ട് അവതരിപ്പിച്ച പ്രവാചകനാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ജീവിതം കൊണ്ട് അവതരിപ്പിച്ച റസൂൽ. ഇപ്പോൾ ഖുർആൻ നന്നായിട്ട് പഠിച്ചാൽ ഈ 24 പ്രവാചകന്മാരുടെ സമൂഹത്തിൻ്റെ വേറിട്ട സാമൂഹിക ചിത്രങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ മറഞ്ഞു നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സൂക്ഷിച്ചു വായിക്കണം. അതിനാണ് അള്ളാഹു എന്താക്കിയത്? അത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇമാം ഇവിടെ നമുക്ക് മുമ്പിൽ നിന്നിട്ട് മെഹ്റാബിൽ നിന്നിട്ട് ഇങ്ങനെ ഓതുമ്പോൾ പെടുന്നനെ ഈസാ നബി അതിലൂടെ കടന്നു വരുന്നു. പെടുന്നനെ വദ്കുറുഫിൽ കിതാബി ഇദ്രീസ് എന്ന് പറയുന്നു, വദ്കുറുഫിൽ കിതാബി മൂസ എന്ന് പറയുന്നു. അങ്ങനെ പ്രവാചകന്മാരിങ്ങനെ നിന്ന് ഇറങ്ങുന്നു, പോകുന്നു, സംസാരിക്കുന്നു. ഖുർആൻ ഏതെല്ലാം കാലങ്ങളിൽ കടന്നുപോയ പ്രവാചകന്മാർ നമുക്ക് ചുറ്റും വഹയിലൂടെ മുഹമ്മദ് റസൂലുള്ള ലോകത്തങ്ങനെ കേൾപ്പിക്കുകയാണ്. ആ സമൂഹം നമുക്ക് ചുറ്റും പലതരത്തിൽ അവർ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പലതും നമ്മിൽ തന്നെ ആ സ്വഭാവം ഉണ്ട് കേട്ടോ. അവരെങ്ങനെ പറയല്ല, നാമല്ലാത്തൊരു സമൂഹത്തെക്കുറിച്ച് പറയല്ല. പലപ്പോഴും അത് നമ്മിലും എന്താകുന്നുണ്ട്? അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആന് വളരെ തഫ്സീൽ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അത് പ്രവാചകന്മാരെ കുറിച്ചാണ്, അവർ സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ചാണ്, അവർ അഭിമുഖീകരിച്ച സമൂഹത്തെക്കുറിച്ചാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സമൂഹങ്ങളുണ്ട്. ആ സമൂഹങ്ങളോട് പ്രവാചകന്മാർ ഏത് വിധേന കരുണ കാണിച്ചുവോ, അവരോട് റഹ്മത്തായി വർത്തിച്ചുവോ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരോട് കരുണ കാണിക്കണം. പ്രവാചകന്മാർ കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്താ? മനുഷ്യരോട് എന്താണ്? നമ്മൾ മതം ജാതിയെല്ലാം പറയണം ഇവിടെ. ഓനാ മതത്തുനിന്ന് ഈ മതത്തേക്ക് ഇവിടുന്ന്. പ്രവാചകന്മാരങ്ങനെ ഒന്ന് ചിന്തിച്ചവരല്ലാന്നേ. പ്രവാചകന്മാർ നമ്മൾ ഈ മതം എന്നെല്ലാം പറയുന്ന ഈ വാക്കുണ്ടല്ലോ, അതൊരു മതിൽക്കെട്ടാണ്. മനുഷ്യ കുടുംബത്തിനിടയിൽ തീർക്കുന്ന മതിൽക്കെട്ടാണ് മതം എന്നുള്ളത്. ആ വാക്കെന്നെ അദ്ദീൻ എന്ന വാക്കിനോട് ചേർത്ത് പറയാൻ പറ്റുന്നൊരു വാക്കല്ല. അദ്ദീൻ എന്ന വാക്ക് അറബി ഭാഷയിൽ അർത്ഥവ്യാപ്തിയുള്ളൊരു വാക്കാണ്. അതിന് അർത്ഥമുണ്ട്, ആശയമുണ്ട്. മതം എന്ന് കേൾക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരർത്ഥമില്ല, ഒരു ആശയവും ഇല്ല. അത് കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ജടിലമായ വാക്കാണത്. അത് നിങ്ങൾക്കൊരാശയവും നൽകൂല. എന്നാൽ പ്രവാചകന്മാർ അദ്ദീൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച മുഹമ്മദ് റസൂലുള്ളാഹിയാണല്ലോ. 2 പ്രവാചകന്മാരാണ് അറബി ഭാഷയിൽ സംസാരിച്ച പ്രവാചകന്മാർ. ബാക്കി എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ഭാഷയിൽ സംസാരിച്ച പ്രവാചകന്മാരാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അവർക്ക് കാര്യങ്ങൾ നന്നായി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. കാര്യം ബോധ്യപ്പെടാത്ത സമൂഹം എന്നും അകന്നുകൊണ്ടേയിരിക്കും. അവർ കേൾക്കാൻ നോക്കൂല. ഇപ്പം ഞാൻ അവിടെ നിന്നിട്ട് അറബിയിൽ അങ്ങ് പ്രസംഗിക്കാന്ന് വിചാരിക്കുക.
അറബി അറിയുന്നവാണെങ്കിൽ കുറച്ച് നമ്മളെ പണ്ഡിതന്മാരുണ്ടോ, അല്ലാത്തവരെന്താ ചെയ്യുക? അവർ ഇതെന്താണ് ഈ പറയണതെന്ന് അറിയാതെ ഒരു പക്ഷേ എല്ലാവരും നീച്ചു പോവിടുന്ന്. നാം നമ്മുടെ സമൂഹത്തോട് ഏത് തരത്തിലുള്ള ഈ പ്രവാചകന്മാരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏത് തരത്തിലുള്ള കടപ്പാടാണ് ഈ സമൂഹത്തോട് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്? നമുക്ക് തന്നെ അറിയാത്ത, അവർക്ക് ഒരു തരത്തിലും അറിയാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പരിസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ശബ്ദമുഖരിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിചാരിക്കുകയാണ് ഇതെന്തൊക്കെയോ ആണ്, നമുക്കൊന്നും പറ്റിയതല്ല, ഇത് ഇവരുടേത് എന്തൊക്കെയോ പറയാണ്. എന്നാൽ പടച്ചോന് ആരോടാ സംസാരിക്കുന്നത്? ആരോടാ സംസാരിക്കുന്നത്? അള്ളാൻ്റെ അടിമകളോടാണ് സംസാരിക്കുന്നത്. അള്ളാൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ ആരാ? എല്ലാ മനുഷ്യരും. അള്ളാഹ്ക്ക് മനുഷ്യർക്കിടയിൽ അള്ളാഹു എന്തെങ്കിലും വിവേചനം കൽപ്പിക്കുമോ? ഒരു വിവേചനം പടച്ചോൻ കൽപ്പിക്കൂല. അള്ളാഹു വിവേചനം കാണിക്കാത്തടുത്ത് നമ്മൾ വിവേചനം കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ഉപയോഗിക്കും. വലഖദ് കറംനാ ബനി ആദമ, നാം മനുഷ്യ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരുണ്ടല്ലോ, ഓരോ മനുഷ്യരും നമ്മൾ നിസാരമായി കാണുന്ന, ഒരു പക്ഷേ ജാതി പേര് ചേർത്ത് നമ്മൾ വിളിക്കണ, നമ്മൾ വളരെ മോശം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുണ്ടല്ലോ, അവർ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആദരിച്ച ബഹുമാനിച്ച ശ്രേഷ്ഠ സൃഷ്ടികളിലെ അംഗങ്ങളാണ് കടന്നു പോകുന്നത്. വലഖദ് കറംനാ ബനി ആദമ, നാം മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കണു. വഹമൽനാഹും ഫിൽ ബർറി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. കടലിലും കരയിലും നാം അവർക്ക് വഴിയൊരുക്കി, വിശിഷ്ട വിഭവങ്ങൾ നൽകി, സൃഷ്ടിജാലങ്ങളിൽ ശ്രേഷ്ഠ സ്ഥാനം മനുഷ്യന് നാം നൽകി. ആർക്ക് നൽകി? മനുഷ്യന് നൽകി. അള്ളാഹു ഒരു മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹു ഉന്നതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്? ആ അള്ളാഹു പഠിപ്പിക്കുന്ന, അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് പ്രതിഷ്ഠിച്ച മനുഷ്യഗണത്തിലാണോ നമ്മൾ മനുഷ്യരെ കാണുന്നത്? ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഏത് തരത്തിലുള്ള ആദരവും ബഹുമാനവുമാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മൾ നൽകിയിട്ടുള്ളത്? എത്ര കാലമായി നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ട്? അള്ളാൻ്റെ അമ്പിയാക്കന്മാർ വരുന്നത് എന്തിനാണെന്നറിയോ? ഈ പറഞ്ഞ പടച്ചോനെ ആദരിച്ച മനുഷ്യരെ ആദരിക്കുവാനും, അവൻ്റെ പ്രകൃതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ശുദ്ധബോധത്തെ അവന് തെര്യപ്പെടുത്തി കൊടുക്കുവാനും, അവൻ സ്വയം ഇഅ്തിറാഫ് ചെയ്യുന്ന, ഏറ്റുസമ്മതിക്കുന്ന അവൻ്റെ സൃഷ്ടാവിൻ്റെ അളമത്തിനെക്കുറിച്ച് ഗാഢമായി അവന് പറഞ്ഞു കൊടുക്കാനും വേണ്ടി വന്നവരാണ് അള്ളാൻ്റെ അമ്പിയാക്കന്മാർ. അതുകൊണ്ട് മനുഷ്യരെ അവർ ഒരിക്കലും ഒരു നിറവ്യത്യാസത്തോടു കൂടിയും അവർ കാണില്ല. മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് പിടിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഒരു തിരുമുത്ത് ഉദ്ധരിക്കുന്നൊരു ഹദീസ് ഉണ്ട്, അൽ ഖൽഖു ഇയാലുല്ലാഹ്, മനുഷ്യർ പടച്ചോൻ്റെ കുടുംബമാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അംഫഅഹും ലിഇയാലിഹി, മനുഷ്യരിൽ ഏറ്റവും നല്ലവരാരാന്നറിയോ? അള്ളാൻ്റെ കുടുംബമായ മനുഷ്യരോട് കരുണ കാണിക്കുന്നവനാണ്. അപ്പോൾ മനുഷ്യർ കുടുംബമാണ് എന്ന് പറയാം. നമ്മളെല്ലാവരും വാതോരാതെ പറയുന്നൊരു ഹദീസുണ്ട്, കുല്ലുക്കും മിൻ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്. നമ്മൾ അവരെന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ ആദരിക്കുമോ? നമ്മൾ ആദരിക്കില്ല, ബഹുമാനിക്കില്ല. ഞങ്ങൾ വേറൊരു കൂട്ടരാണ്, നിങ്ങൾ വേറൊരു കൂട്ടരാണ്. മനുഷ്യരോട് ഒരു തരത്തിലുള്ള ബഹുമാനവും ആദരവും സൂക്ഷിക്കാത്ത, പടച്ചോന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മനുഷ്യരോട് ഒരു തരത്തിലുള്ള നീതിബോധവും കാണിക്കാത്ത ഒരു തരം സമൂഹമാണ് നമ്മൾ, ഒരു തരം സമൂഹം. ഇവിടെ വിശുദ്ധ ഖുർആനെ, അള്ളാൻ്റെ അമ്പിയാക്കന്മാരെ വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നാം ഒന്ന് തിരിച്ച് ചിന്തിച്ച് നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ മനുഷ്യനെ ആദരിച്ചു തുടങ്ങി, മനുഷ്യനെ ബഹുമാനിച്ചു തുടങ്ങി, അവന് നൽകേണ്ട ആദരവുകളും ബഹുമാനങ്ങളും അവന് പകർന്നു നൽകേണ്ട നീതിബോധങ്ങളെക്കുറിച്ചെല്ലാം ഒന്ന് ചിന്തിച്ച് നമ്മൾ മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ ആദിക്ക് പഠിച്ചാൽ മതി.
നമുക്ക് അപ്പം അള്ളാഹു പലതും പറഞ്ഞു തരും, അള്ളാഹു നമുക്ക് പലതും ബോധ്യപ്പെടുത്തി തരും.